എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസപരമായ എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗം അറിയുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. SSLC പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും കമന്റ് ബോക്സിലൂടെയും മറ്റും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാമിന്റെ വാല്യുവേഷൻ എന്ന് ആരംഭിക്കും, ആ ഒരു റിസൾട്ട് എന്നായിരിക്കും പ്രഖ്യാപിക്കുന്ന എന്നീ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മുടെ ഇപ്പോഴത്തെ വാല്യുവേഷനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ട്. ഏപ്രിൽ 3 തൊട്ട് 11 വരെ ആയിരിക്കും നിങ്ങളുടെ വാല്യുവേഷന്റെ ആദ്യ ഘട്ടവും. അത് കഴിഞ്ഞ് ഏപ്രിൽ 21 മുതൽ 26 വരെ രണ്ടാം ഘട്ടം എന്ന രീതിയിലായിരിക്കും SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കുന്നത്. ഏതാണ്ട് 38 ലക്ഷത്തിലപ്പുറം 40 ലക്ഷത്തോളം ഉത്തര കടലാസുകളാണ് ഈ ഒരു പരീക്ഷ മൂല്യനിർണ്ണയത്തിനായി കാത്തിരിക്കുന്നത്. 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കേരളത്തിലെ എല്ലായിടത്തുമായി ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിനായി 950ഓളം ചീഫ് എക്സാമിനേഴ്സിനെയും 9000ഓളം മെയിൻ എക്സാമിനേഴ്സിനുമാണ് ഈ ഒരു പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ചിട്ടുള്ളത്. പരീക്ഷാ ഭവൻ ഉൾപ്പെടെയുള്ള 72 കേന്ദ്രങ്ങളിലായിരിക്കും ഈ ഒരു പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കുന്നത്. ഏതാണ്ട് ഏപ്രിൽ 26ഓടെ തന്നെ ഈ ഒരു പരീക്ഷയുടെ മൂല്യനിർണ്ണയം തീരുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ആ ഒരു മെയ് മാസങ്ങളിൽ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സജ്ജീകരണം നടത്തിയിട്ടുള്ളത്. ഏതായാലും അടുത്ത മാസം ആദ്യ ആഴ്ച തന്നെ ഈ ഒരു പരീക്ഷയുടെ മൂല്യനിർണ്ണയം ആരംഭിക്കുകയും അവസാന ആഴ്ചയുടെ മൂല്യനിർണ്ണയം അവസാനിച്ച് നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ റിസൾട്ടുകൾ അറിയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.